റൈറ്റ് സൈഡ് തുടരുന്നു. ഗൗതം, വളരെ ജനാധിപത്യപരമായി നടന്നൊരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ജനം വിധി എഴുതി പിണറായി പുറത്തേക്ക് പോകട്ടെ, ഇടതുപക്ഷം പുറത്തേക്ക് പോകട്ടെ, ഈ ഭരണം ഇനി വേണ്ട. 2, കോൺഗ്രസിന് 63 സീറ്റടക്കം UDFന് 102 സീറ്റ്. അവർക്ക് ഇഷ്ടമുള്ളയാളെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? അതിനെ എതിർക്കണം? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുസ്ലിം ലീഗ് പൂർണ്ണമായിട്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയെ വിഴുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് എന്നത് ഇനി അതിന് പ്രത്യേകിച്ചൊരു ഉദാഹരണം നമ്മൾ എടുത്ത് കാണിക്കേണ്ടതില്ല. കാരണം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 63 സീറ്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സിംഗിൾ പാർട്ടിക്ക് കിട്ടുന്ന സീറ്റാണ്. മുൻപ് 960-ലാണ് ഇത് കിട്ടിയിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ. 2001-ൽ ഇതിനു മുമ്പ് അധികാരത്തിൽ വന്നപ്പോൾ 62 CPM മാത്രമാണ് ഈ ലെവലിൽ എത്തിയിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 1960-ൽ അവർക്ക് 63 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ 2026-ലാണ് പിന്നീട് 63 സീറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ 60-ലും ഇപ്പോഴും നടന്ന 2 സംഭവങ്ങളൊന്നും താരതമ്യം ചെയ്യാം. ഇത് മുമ്പ് നമ്മളൊരിക്കൽ റൈറ്റ് സൈഡിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് 960-ൽ ആരൊക്കെയാണ് മുന്നണിയായിട്ട് അധികാരത്തിൽ വരുന്നത്? പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, PSP ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു കോൺഗ്രസിന്റെ അന്നത്തെ നിലപാട്? മുസ്ലിം ലീഗിനെ മന്ത്രിസ്ഥാനം നൽകാൻ പറ്റത്തില്ല, മുസ്ലിം ലീഗിനെ ഒരു കാരണവശാലും മന്ത്രിസഭയുടെ ഭാഗമാക്കാൻ പറ്റില്ല എന്ന നിലപാടെടുത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്തായിരുന്നു അന്ന് കോൺഗ്രസ് പറഞ്ഞത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം വിഭജിച്ച പ്രസ്ഥാനമാണ്. 2 നേഷൻ തിയറി മുന്നോട്ട് വെച്ച് 947-ൽ നമ്മുടെ രാഷ്ട്ര വിഭജനത്തിന് കാരണമായ പേരിലും സംസാരത്തിലും കൊടിയടയാളങ്ങളിലും എല്ലാം മതം മാത്രം വിറ്റ് ജീവിക്കുന്ന ഒരു പാർട്ടിയെ മുന്നണിയായിട്ട് നമ്മൾ മത്സരിച്ചിട്ടുണ്ടാകാം, പക്ഷേ മന്ത്രിസഭയുടെ ഭാഗമാകാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് PSPയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിച്ചപ്പോൾ മുന്നണിയുടെ ഭാഗമായിരുന്ന മുസ്ലിം ലീഗിന് 960-ൽ ഒരു മന്ത്രിസ്ഥാനം പോലും കൊടുത്തില്ല. പക്ഷേ സീതി സാഹിബിനെ അന്ന് സ്പീക്കറാക്കി. പിന്നീട് സീതി സാഹിബ് മരിച്ചു കഴിഞ്ഞപ്പോൾ CH മുഹമ്മദ് കോയ പിന്നീട് കേരളത്തിന്റെ സ്പീക്കറാകുന്ന ഘട്ടത്തിൽ വീണ്ടും കോൺഗ്രസ് കടുപ്പിക്കുകയാണ് മുസ്ലിം ലീഗിനെതിരെ. മുസ്ലിം ലീഗിന്റെ തൊപ്പി ഊരി വെച്ചതിന് ശേഷം CH സ്പീക്കറായാൽ മതി എന്ന നിലപാട് അന്നത്തെ കോൺഗ്രസിന്റെ ആർജവമുള്ള നേതാക്കൾക്കുണ്ടായിരുന്നു. ദേശീയ ബോധമുള്ള കോൺഗ്രസ്സുകാർക്ക് അന്ന് ആ നിലപാടുണ്ടായിരുന്നു. കാരണം മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ രാഷ്ട്ര വിഭജനം നടപ്പാക്കിയ പ്രസ്ഥാനമാണെന്നും അവരുടെ ഭാഗത്ത് നിന്നും മന്ത്രിസഭയിലും നല്ല സ്പീക്കറായിട്ട് പോലും ആരും വേണ്ട എന്ന നിലപാട് അന്ന് കോൺഗ്രസിനുണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ മുസ്ലിം ലീഗിന്റെ തൊപ്പി ഊരിച്ചിട്ടാണ് CHനെ ഞങ്ങൾ സ്പീക്കറാക്കിയത് എന്ന ചരിത്രം കോൺഗ്രസ്സുകാർ പണ്ട് പാടി നടന്നത്. അപ്പോൾ 960-ൽ നിന്ന് നമ്മൾ 2026-ലേക്ക് എത്തുമ്പോൾ നോക്കൂ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. അന്ന് മന്ത്രിസഭയിൽ പോലും ലീഗ് വേണ്ട എന്ന് പറഞ്ഞ കോൺഗ്രസ് ഒരാൾ സ്പീക്കർ ആകുകയാണെങ്കിൽ അയാൾ മുസ്ലിം ലീഗിൽ നിന്നും രാജിവെച്ചതിന് ശേഷം സ്പീക്കർ ആയാൽ മതിയെന്ന് പറഞ്ഞ കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി ആയതുകൊണ്ട് അവരുടെ ഒപ്പം ഞങ്ങൾക്ക് മന്ത്രിസഭയിൽ ഇരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ അതേ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണം എന്നുവരെ ലീഗ് തീരുമാനിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മുസ്ലിം പൊളിറ്റിക്സ് എത്രത്തോളം, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ എത്രത്തോളം കരുത്താർജിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് അത്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് കോൺഗ്രസിനെ മാത്രമല്ല വിഴുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷക്കാർ വലിയ വാചമടിക്കുന്നുണ്ട്, അവരെയും മുസ്ലിം ജിഹാദി ഗ്രൂപ്പുകൾ വിഴുങ്ങിയിട്ടുണ്ട്. അത് G സുധാകരനെ പോലുള്ളവർ പറഞ്ഞതാണ്, H സലാമിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ 2 പാർട്ടികൾക്കകത്തും മുസ്ലിം ഗ്രൂപ്പുകൾ അതിഭീകരമായി പിടിമുറുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് കോൺഗ്രസിന് സ്വന്തം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ പോലും കഴിയാതെ മുസ്ലിം ലീഗിനോട് ചോദിച്ചതിന് ശേഷം പാണക്കാട്ടെ അനുമതി കിട്ടിയ ശേഷം പാണക്കാട്ടെ ആളുകൾക്ക്, ആ തറവാട്ടിലെ ആളുകൾക്ക് താല്പര്യമുള്ള ആളിനെ മുഖ്യമന്ത്രിയാക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ക്ഷയിച്ച് ഇരിക്കുകയാണ്.